സിരിജി, യൂനസ മോദിയുടെ കാല് പിടിച്ചിട്ടും കാണാൻ തയ്യാറാവാതെ മോദി തായ്ലൻഡിലേക്ക് പോവുകയാണ്. എന്താണ് യൂനസിനോട് പറയാതെ മോദി പറയുന്നത്? അത് കഴിഞ്ഞ ഡിസംബറിലാണ് നരേന്ദ്രമോദിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യൂനിസ് സർക്കാരിൻ്റെ അല്ലെ യൂനിസിൻ്റെ പ്രസ് സെക്രട്ടറി ഒരു കത്തയച്ചത്, ഔദ്യോഗികമായി കത്തയച്ചു. പക്ഷേ ഇന്ത്യ അതിനോട് യാതൊരു വിധത്തിലും പ്രതികരിച്ചില്ല. കാരണമെന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണം, അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്ത സംഭവങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നല്ല. അതുകൊണ്ട് ഇന്ത്യ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പലതവണ ശ്രമിച്ചിട്ടും യാതൊന്നും സാധിക്കാതെ വന്നപ്പോൾ ചൈനയിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഷീ ജിൻപിങ് വിളിച്ചു. അപ്പോൾ മോദി യൂനിസ് പോകാനായിട്ട് തയ്യാറായി. മാത്രവുമല്ല, ബീജിങ്ങിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ചു കൊടുത്തു ഈ പറയുന്ന യൂനിസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ യൂനിസ് ചൈനയുമായിട്ട് കൈകോർത്ത് ചില നടപടികളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വാണിംഗ് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി തായ്ലാൻഡിലേക്ക് പോകുന്നു. അതായത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അതായത് ബംഗാൾ ഉൾക്കടലുണ്ടല്ലോ, ഈ ബംഗാൾ ഉൾക്കടലിന്റെ സമീപത്തുള്ള 7 രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്. ഇപ്പം ഇന്ത്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, മ്യാൻമാർ ഉണ്ട്, നേപ്പാൾ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിൽ സാങ്കേതിക സാമ്പത്തിക സഹകരണ കരാർ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയിൽ ഉഴലുന്ന ഒരു രാജ്യമാണല്ലോ. അതുപോലെ തന്നെ മ്യാൻമർ ഇപ്പോൾ ഉണ്ടായ ഭൂകമ്പം, അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായി. തായ്ലൻഡിലും വലിയ പ്രശ്നം, ഈ ഭൂകമ്പത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അടുത്ത പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നേപ്പാളിലാണ്. അവിടുത്തെ രാജഭരണത്തെ വേണോ വേണ്ടോ എന്ന് സംബന്ധിച്ച് വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് സമുദ്ര മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഇതെല്ലാം വെച്ചിട്ടാണ് ഉച്ചകോടി. അങ്ങനെയാണ് തായ്ലൻഡിൽ 3, 4 തീയതികളിൽ ഈ ഉച്ചകോടി നടക്കുന്നത്. നരേന്ദ്രമോദി അവിടേക്ക് പോകുമ്പോൾ ഉദ്ദേശിക്കുന്ന ആദ്യം ഈ തായ്ലൻഡിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കും. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ശ്രീലങ്കയിലേക്ക് പോകും. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായ അനുരാഗ് കുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തും. എന്നിട്ട് അവിടെ കൊളംബോ സന്ദർശിക്കും. അതുപോലെ തന്നെ അനുരാധപുരം എന്ന് പറയുന്ന മേഖലയുണ്ട്, അവിടെ സന്ദർശിക്കും. ഈ അനുരാധപുരത്ത് നിരവധി പദ്ധതികൾ ഇന്ത്യയുമായി സഹകരിച്ച് നടപ്പാക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനം നരേന്ദ്രമോദി ആയിരിക്കും നിർവഹിക്കുന്നത്. അപ്പം ശ്രീലങ്കയെ ഇടയ്ക്ക് ചൈന സഹായിക്കുകയും അവർ സാമ്പത്തിക പ്രതിസന്ധിയിലാകുകയും ചെയ്തപ്പോൾ അനുരാഗ് കുമാര ദിസനായക ഇന്ത്യയിലേക്ക് സഹായം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ സഹായിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി നമ്മൾ തായ്ലൻഡിൽ ചെല്ലുമ്പോൾ തായ്ലൻഡിൽ വെച്ച് മുഹമ്മദ് യൂനിസുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തണം. ഇതാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ കുറേ നാളായിട്ട് ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നു. പ്രസ് സെക്രട്ടറി പറയുന്നു, ഷഫീഖുൽ ആലം, ഇതാണ് പ്രസ് സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം മാത്രമേ ചൈനയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നുള്ളൂ. പക്ഷേ മോദി അതിനുള്ള സമയം തരാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സമയം തരണോ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായ രൺധീർ ജയ്സ്വാൾ പറയുന്നത്, ഞങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ബ്രഹ്മ ഓപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോവാണ്. ബ്രഹ്മ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാവെന്നാണ് സൃഷ്ടിയുടെ ദൈവം എന്നല്ലേ പറഞ്ഞത്. അപ്പം മ്യാൻമർ മൊത്തം ഭൂകമ്പത്തിൽ നശിച്ചുപോയി, തായ്വാനിലും പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ പുനഃസൃഷ്ടിക്കാൻ നമ്മൾ സാമ്പത്തികമായിട്ട് ഏതൊക്കെ രീതിയിൽ സഹായിക്കാമോ അത്തരത്തിലുള്ളൊരു ഓപ്പറേഷനുമായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബംഗ്ലാദേശിൻ്റെ അല്ലെങ്കിൽ ഈ മുഹമ്മദ് യൂനിസിൻ്റെ പറച്ചിലൊന്നും കേൾക്കാൻ സമയമില്ല, താല്പര്യമില്ല. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പം വ്യാപാര മേഖല, അതായത് കടൽ വഴിയുള്ള വ്യാപാരം, അതുപോലെ യാത്രാമാർഗം, ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും ബംഗാൾ ഉൾക്കടലിലൂടെയുള്ള ചരക്ക് യാത്രാ ഗതാഗതം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്രമായ കൂട്ടായ്മ, ആ സഹകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ 2030 ബന്ധപ്പെട്ട്, അതായത് ഇവർക്കൊരു വിഷൻ 2030 എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ഉടമ്പടികൾ ഇതും ഇതിനകത്ത് ഒപ്പിടും. അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിൻ്റെ സമീപത്തുള്ള ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം ഉണ്ടാകുകയാണെങ്കിൽ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കപ്പലുകൾ പോർട്ടിൽ അടുപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ, വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ, യാത്രാ സൗകര്യം മെച്ചപ്പെടുന്നതിൻ്റെ കാര്യത്തിലൊക്കെ തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകും. അപ്പോൾ ഈ കൂട്ടായ്മയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ കൂടുതലായിട്ട് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മുഹമ്മദ് യൂനിസിൻ്റെ ആവശ്യം. കാരണം തായ്വാൻ എന്ന് പറയുന്ന വേറൊരു രാജ്യം, അവിടെ വെച്ച് മുഹമ്മദ് യൂനിസ് ഈ സബ്മിറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. എങ്കിൽ അവിടെ വെച്ച് അടച്ചിട്ട മുറിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തണം. എന്തിനായിരിക്കും ഈ കൂടിക്കാഴ്ച? ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വഖാറുസ്സമാൻ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി ഒരുപക്ഷെ മുഹമ്മദ് യൂനിസിനെ പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ഒന്ന് ഇടപെടണം, ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുക. ഇതൊക്കെയാണ് ബംഗ്ലാദേശിൻ്റെ ലക്ഷ്യം. മാത്രമല്ല സാമ്പത്തികമായി വളരെയധികം തകർന്ന് തരിപ്പണമായി. അപ്പോൾ ചൈനയുടെ സഹായം തേടിയപ്പോൾ ചൈന 9 കരാറുകൾ ഇവരുമായിട്ട് ഒപ്പിട്ടു. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ചൈന അവർക്ക് സാമ്പത്തിക സഹായം നൽകിയപ്പോൾ 3% പലിശ. ഇത് 1% അല്ലെങ്കിൽ 2% കുറയ്ക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ കാല് പിടിക്കുകയാണെന്ന് മനസ്സിലായില്ലേ? അതെ, തീർച്ചയായിട്ടും. മുഹമ്മദ് യൂനിസ് ആദ്യം
ഈ ഷെയ്ഖ് ഹസീനെ പുറത്താക്കി ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഹമ്മദ് യൂനസ് വിചാരിച്ചത് ഇന്ത്യയുടെ ഒന്നും സഹായം വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ചൈനയുണ്ട്, ചൈനയുടെ സഹായത്തോടു കൂടി നമ്മൾ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൊയ്ത് മുന്നോട്ട് പോകുന്നു. പക്ഷെ ചൈന എന്തിനാണ് ഒപ്പം കൂടുന്നത്? ഇന്ത്യയെ തകർക്കാൻ ബംഗ്ലാദേശിന് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം എന്നുള്ളത്. പിന്നീട് ബംഗ്ലാദേശിനെ സഹായിക്കുക എന്നൊന്നും ചൈനയ്ക്ക് ലക്ഷ്യമില്ല എന്നുള്ളത് പിന്നീട് ബംഗ്ലാദേശിന് മനസ്സിലായി. ഇനി ഇന്ത്യയെ കൊണ്ട് മാത്രമേ തങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ തങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് ഒരു ഏറ്റവും സ്വാധീന ശക്തിയായി നിൽക്കാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് പറയാനായി യൂനസ് തയ്യാറെടുക്കുന്നത്, അല്ലെ? അപ്പൊ ഇപ്പൊ തായ്ലൻഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പൊ ശരിക്കും പറയാം, തായ്ലൻഡ് പ്രധാനമന്ത്രിയെ എച്ച് പെയ്ട്രോം ടാർസൺ ഷിനവത്ര എന്നാണ് പ്രധാനമന്ത്രിയുടെ. അദ്ദേഹം ക്ഷണിച്ചതുകൊണ്ടാണ് നരേന്ദ്രമോദി ചെല്ലുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടും പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ ഈ തായ്ലൻഡിലെ ഊഷ്മളമായ ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്യപ്പെടും. കാരണം ചരിത്രപരമായിട്ട്, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട്, നാഗരികപരമായിട്ടൊക്കെ തന്നെ നമ്മളും തായ്ലൻഡും തമ്മിൽ നല്ല ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ സഹായിക്കും. മാത്രമല്ല, ആസിയാനിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തായ്ലൻഡിൻ്റെയാണ്. അപ്പം ആദ്യത്തെ 3 എന്ന് പറയുന്നത് സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ഈ പറയുന്നത് തായ്ലൻഡാണ്. അപ്പോൾ തായ്ലൻഡിന് വേണമെങ്കിൽ നമ്മൾ കുറച്ച് സഹായമൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പം ബിംസ്റ്റെക് ഉച്ചകോടിയിലൂടെ യൂനിസ് ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് പദ്ധതിയിടുകയാണ്. നമ്മൾ അതിനോട് താല്പര്യമില്ല. നമ്മൾ ശ്രീലങ്ക വരെ പോകാൻ തയ്യാറായിട്ട് ഇവരോട് യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല. മാത്രമല്ല, ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അവർ യുദ്ധക്കുറ്റവാളിയാണെന്നും അവരെ വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യക്ക് പലതവണ കത്തയച്ചു. നമ്മളത് ഒരു വശം കൊണ്ട് പോലും മൈൻഡ് ചെയ്തില്ല. ആ ഒരു രീതിയിൽ ഈ പറയുന്ന മുഹമ്മദ് യൂനിസും ശക്തമായ നിലപാടെടുത്തു. ഞങ്ങൾ ചൈനയുടെ കൂടെയാണ്, ഞങ്ങളുടെ കൂടെ ചൈനയുണ്ട്, അതുകൊണ്ട് സിലിഗുരി, ഇടനാഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ചൈനയ്ക്ക് പാട്ടത്തിന് കൊടുക്കും. അങ്ങനെ വന്നാൽ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 7 വടക്ക് കിഴക്കൻ മേഖലയുള്ള 7 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനത്തിലേക്ക് പോകുന്ന സിലിഗുരിയുടെ വീതി എന്ന് പറയുന്നത് 22 കിലോമീറ്ററാണ്. ഈ ഭാഗത്ത് ചൈനീസ് പട്ടാളം ആധിപത്യം സ്ഥാപിച്ചാൽ ഇന്ത്യക്ക് ഈ കിഴക്കൻ മേഖലയുള്ള സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം വേർപെടുത്താൻ സാധിക്കും. മാത്രമല്ല, ഈ സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലുമായിട്ട് വലിയ ബന്ധമില്ല. അതെല്ലാം ബംഗ്ലാദേശിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് കളിച്ചാൽ ഞങ്ങളും ചൈനയും കൂടെ ചേർന്ന് അവിടെ നിക്ഷേപമൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് വലിയ ഭീഷണിയാകും എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങളും ഇന്ത്യയും തമ്മിൽ വലിയ സൗഹൃദമാണ്, മോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ യൂനിസിന്റെ തന്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചലനാത്മക പ്രാദേശിക സ്ഥാപനമായൊക്കെ ഉയർന്നു വരാനായിട്ട് ബംഗ്ലാദേശ് ശ്രമിക്കുമ്പോൾ തന്നെ ചൈന യാതൊരു വിധത്തിലും പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് തായ്ലൻഡിൽ വെച്ചെങ്കിലും ഒന്ന് കാണാൻ അവസരം തരുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ വെച്ച് ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യൂനിസിന്റെ കഴുത്തെ പിടിച്ച് മോദി വലിച്ചു താഴെ ഇട്ടു എന്ന് പറയുന്നതിന് തുല്യമായ ഒരവസ്ഥ. എത്രയോ കാലമായിട്ട് നമ്മുടെ പിന്നാലെ, ഇന്ത്യയുടെ പിന്നാലെയൊക്കെ ഇവർ നടക്കുകയാണ്. പക്ഷെ ഒരു വിധത്തിലും ഇന്ത്യ അവരോട് സഹകരിക്കുന്നില്ല. അപ്പോൾ അവർ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലം മുഹമ്മദ് യൂനിസ് അനുഭവിക്കണം, ഒപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി അനുഭവിക്കണം, ഈ സംഘടനകളെല്ലാം തന്നെ അനുഭവിക്കണം. ഇനി ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പോകുന്ന നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുത്ത് നമ്മളുടെ താല്പര്യങ്ങളനുസരിച്ച് തായ്ലൻഡിലും ശ്രീലങ്കയൊക്കെ സന്ദർശിച്ച് തിരിച്ചു വരും. യൂനിസ് എവിടെയോ പോയി പട്ടി ചന്തയ്ക്ക് പോകുന്നതൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ എവിടെയോ പോയിട്ട് എന്തിനോ പോയതുപോലെ എന്തിനോ തിരിച്ചു വരുന്നു, എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ.